ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുക്കറിൽ നമുക്ക് ഈസി ആയിട്ടും സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഞാനത് കുക്കറിൽ എപ്പോഴും തയ്യാറാക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മീഡിയം സൈസ് സവാള തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ പച്ചമുളക് ഒരു 9 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടങ്ങ് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് പെരുംജീരകമാണ് കേട്ടോ. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം തരിതരിപ്പായിട്ടിങ്ങനെ അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആവണ്ട. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ തക്കാളി സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാനിതാ ചിക്കൻ്റെ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1.5 സ്പൂണ് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ സ്പൂണിന് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഈ ചിക്കനിലേക്ക് ആ മസാല പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഒന്ന് തിരുമ്മിയതിന് ശേഷം ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് അല്പം നേരം മാറ്റി വെക്കാം. ഇത് മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്കിത് ഉള്ളി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് കുക്കർ വെച്ചിട്ട് അതിലേക്ക് വെള്ളമെല്ലാം പോയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഏലക്കയും ബേ ലീഫ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ ആ എണ്ണയിലേക്കൊന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ദേ ഉള്ളിയൊക്കെ പകുതി വഴണ്ട് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ച പച്ചമുളക് ഇഞ്ചിയുടെയൊക്കെ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. വലിയൊരു സ്പൂണിന് 1 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ആ പൊടിയുടെ ആ ഒരു പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നന്നായിട്ടതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ അല്പസമയം കഴിഞ്ഞ് നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി 1 സ്പൂണ് തികച്ചെടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്തത് കൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുത്ത് ആ പച്ചമുളക് പോകുന്നവരെ വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആ മസാലയായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് തിരുമ്മിയെടുത്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് പരുവത്തിന് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ ചിക്കനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഗ്രേവിയോടുകൂടിയുള്ള ചിക്കൻ കറിയാണ് വേണ്ടത്. അപ്പം നമ്മൾ ചോറിന് കഴിക്കാനുള്ള പരുവത്തിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ചാറ് കിട്ടത്തക്ക രീതിയിലാണ് വെള്ളം 1 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്, ചെറിയ ഗ്ലാസ്സിന്. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 2 വിസിലിന് വേവിച്ചെടുക്കാം. അപ്പോൾ 2 വിസിലടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് അടപ്പ് തുറന്ന് നോക്കാം അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം. അപ്പോൾ ദേ അല്പസമയം കഴിഞ്ഞ് ദേ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ കറി ദേ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഗ്രേവിയും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരു കൂടങ്ങ് വെള്ളം പോലെയല്ല കറി. അപ്പോൾ കറക്റ്റ് ആ ഒരു ഗ്രേവിക്കൊക്കെ ആ ഒരു കറക്റ്റ് തിക്നെസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ സിമ്പിളും ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. കുക്കറിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.